Hello dears, class 4 maths unit 3, how many numbers? Review activities, page number 45 and 46 ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ ലെസൺ ആക്ടിവിറ്റീസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, ആവശ്യമുള്ളവർക്ക് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, fill up the blanks. 9,875, 9,800, 7 tens and 5 ones. Next, 6,307, dash thousand, dash tens, dash ones. അവിടെ എത്ര തൗസൻഡാണ് ഉള്ളത്? 6,000 അല്ലേ. ഡാഷ് ടെൻസ്, എത്ര ടെൻസ് ഉണ്ട്? അവിടെ 100ൻ്റെ പ്ലേസ് പറഞ്ഞില്ല അല്ലേ. 100 എത്ര 100 ഉണ്ട് എന്ന് ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ 100ഉം 10ഉം കൂടിയിട്ട് വേണം പറയാൻ വേണ്ടി. അപ്പോൾ 100ൻ്റെ പ്ലേസിൽ 3 ആണല്ലോ ഉള്ളത്, 10ൻ്റെ പ്ലേസിൽ 0 ആണുള്ളത്. അപ്പം 3യും 0 അല്ലേ, 30 ടെൻസ് ആണ്. നെക്സ്റ്റ് 7 വൺസ്. അടുത്തത് 4,218, ഡാഷ് ഹൺഡ്രഡ്സ്, ഡാഷ് വൺസ്. അപ്പോൾ ഇവിടെ 1000 ചോദിച്ചില്ല. അപ്പോൾ 1000ഉം 100ഉം കൂടിയിട്ട് വേണം പറയാൻ വേണ്ടി. 1000ൻ്റെ പ്ലേസിൽ 4 ആണുള്ളത്, 100ൻ്റെ പ്ലേസിൽ 2 ആണുള്ളത് അല്ലേ. അപ്പം മൊത്തം എത്ര 100 ആയിരിക്കും ഉള്ളത്? 42 ഹൺഡ്രഡ്സ് അല്ലേ. ഇനി 10ൻ്റെ പ്ലേസിൽ ചോദിച്ചില്ല, അപ്പോൾ വൺസ് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ 10സും വൺസും കൂടിയിട്ട് വേണം പറയാൻ വേണ്ടി. 18 വൺസ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ല. 5,600, 0 tens, 8 വൺസ്. അപ്പോൾ നിങ്ങൾ നമ്പർ കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾക്ക് 5,000 എല്ലാം ആഡ് ചെയ്യുക അല്ലേ. 5,000 പ്ലസ് പിന്നെന്താണ് 600 അല്ലേ, 600. നെക്സ്റ്റ് 0 tens ആണ്, പിന്നെ 8 വൺസ് അല്ലേ. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 5,608 അല്ലേ. നെക്സ്റ്റ് 8,000, 12 tens, 0 വൺസ്. 8,000 അല്ലേ, 8,000 എഴുതുക. 8,000. പിന്നെന്താണ് 12 ടെൻസ് അല്ലേ. 12 ടെൻസ് എത്രയായിരിക്കും? 12 പത്തുകൾ കൂടിയാൽ എത്രയാണ്? 12 × 10 അല്ലേ, 120 അല്ലേ, 120 അല്ലേ. പിന്നെ 0 വൺസ് ആണ്. അപ്പോൾ ഇത് മാത്രം കൂട്ടി നോക്കിയാൽ മതി. 218, 8,120. നെക്സ്റ്റ് 1625 വൺസ്. 1600s എത്രയാണ്? 16 നൂറുകൾ കൂടിയാൽ 16 × 100 എത്ര വരും? 1600 അല്ലേ. 1600 പ്ലസ് എത്രയാണ്? 25 വൺസ് അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 5, 2, 6, 1, 1625. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ നമ്പർ 6,315, ദ വാല്യൂ ഓഫ് ദ ഡിജിറ്റ് 6 ഈസ് 6,000. ഈ നമ്പർ 6,315 എന്നുള്ള ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിൽ 6ൻ്റെ വാല്യൂ എത്രയാണ്? 6,000 ആണ്. അതായത് 1000ൻ്റെ പ്ലേസിലാണ് 6 എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ നമ്പേഴ്സിലും 3ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? 8,573 അല്ലേ. അപ്പോൾ 8,573ൽ 3ൻ്റെ വാല്യൂ എത്രയാണ്? 3 1ൻ്റെ പ്ലേസിലാണുള്ളത്, അതുകൊണ്ട് 3ൻ്റെ വാല്യൂ 3 ആണ്. നെക്സ്റ്റ് 3,578. ഇത് 3 എവിടെയാണുള്ളത്? 1000ൻ്റെ പൊസിഷനിലാണുള്ളത് അല്ലേ. അപ്പോൾ 3ൻ്റെ വാല്യൂ എത്രയാണ്? 3,000. നെക്സ്റ്റ് 7,835. ഇത് 3 എവിടെയാണുള്ളത്? 10ൻ്റെ പൊസിഷനിലാണ്, 10ൻ്റെ പ്ലേസിലാണ് 3 ഉള്ളത്, അതുകൊണ്ട് 3 × 10 30 ആണ് 3ൻ്റെ വാല്യൂ. നെക്സ്റ്റ് 5,379. ഇവിടെ 300ൻ്റെ പൊസിഷനിലാണുള്ളത്, അപ്പം 3ൻ്റെ വാല്യൂ എത്ര വരും? 3 × 100 എത്രയാണ്? 300. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ട്രെയിൻ ഫെയർ ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം ഈസ് 3,625 റുപ്പീസ്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്കുള്ള ട്രെയിൻ ചാർജ് എത്രയാണ്? 3,625 രൂപയാണ്. സിൻസ് ദർ ഈസ് എ കൺസെഷൻ ഫോർ സ്കൂൾ ചിൽഡ്രൻ, സ്കൂൾ കുട്ടികൾക്ക് കൺസെഷൻ ഉണ്ടായതുകൊണ്ട് ഓൺലി 2,000 റുപ്പീസ് വാസ് പെയ്ഡ്. 2,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഹൗ മച്ച് ഈസ് ദ കൺസെഷൻ? അങ്ങനെയാണെങ്കിൽ കൺസെഷൻ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എളുപ്പമാണല്ലേ. എന്താണ് ഇവിടെ പറഞ്ഞത്? എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 3,625 രൂപയാണ് ആകെ ചാർജ് അല്ലേ. അപ്പോൾ അതിൽ സ്കൂൾ കുട്ടികൾക്ക് കൺസെഷൻ ഉണ്ട്, അതുകൊണ്ട് 2,000 റുപ്പീസ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കൺസെഷൻ എത്രയാണെന്ന് കണ്ടെത്തുക. കൺസെഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എത്രയാണോ ആകെ വേണ്ടത്? 3,625 അല്ലേ. അതിൽ നിന്ന് 2,000 മൈനസ് ചെയ്യുക. 3,625 മൈനസ് 2,000. 5,
261. എത്രയാണ് വരിക? 1625 അല്ലേ? ഹൗ മച്ച് ഈസ് ദ കൺസെഷൻ? 1625. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെൽസ്. ഒഴിഞ്ഞ കളങ്ങളിൽ പൂരിപ്പിക്കുക. നോക്കാം. ഇവിടെ ഫസ്റ്റ് ബോക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? 301 ഉണ്ട്, 185, 829 ഉണ്ട് അല്ലേ? അതിൻ്റെ മുകളിലുള്ള ബോക്സിൽ 486 ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ബോക്സിൽ നിങ്ങൾ നമ്പർ കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെ കണ്ടെത്താം? ഈ 301ഉം 185ഉം കൂട്ടിയതാണ് 486 അല്ലേ? അപ്പം ഇവിടെ കാണാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? 185 പ്ലസ് 829 കാണുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 185 പ്ലസ് 829 4, ബാക്കി 1 അല്ലേ? 9ഉം 2ഉം 11, 1, 9ഉം 1ഉം അല്ലേ? 10. 1014 ആണ് കിട്ടുന്നത്. അപ്പം ഇവിടെ 1014 എഴുതുക. ഇനി 486 പ്ലസ് 1014 എത്രയാണ് കിട്ടുക? നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. എത്രയാണ് കിട്ടുന്നത്? 1500 ആണ് കിട്ടുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ബോക്സ് 555 ഉണ്ട്, 556 ഉണ്ട്. നടുക്കുള്ള ബോക്സിൽ കൊടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ ഈ നടുക്കുള്ള ബോക്സിൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് നമ്പറും കൂടി കൂട്ടിയതാണ് 1000 അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ബോക്സിൽ, നടുക്കുള്ള ബോക്സിൽ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1000ൽ നിന്ന് 556 മൈനസ് ചെയ്യുക. എത്രയായിരിക്കും കിട്ടുക? 1000 മൈനസ് 556 അല്ലേ? 4, 4, 4. എത്രയാണ് കിട്ടുന്നത്? 444 അല്ലേ? നെക്സ്റ്റ് നിങ്ങൾ ഇവിടെയുള്ള ബോക്സിൽ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 555 പ്ലസ് 444 കാണുക. എത്രയായിരിക്കും? 999. അത് നിങ്ങൾ കൂട്ടേണ്ട കാര്യമില്ല, നമ്മൾക്ക് മനസ്സിൽ തന്നെ കൂട്ടാമല്ലോ. എല്ലാം സെയിം നമ്പേഴ്സാണ് വരുന്നത് അല്ലേ? 555 പ്ലസ് 444. അപ്പോൾ 5ഉം 4ഉം 9 ആണല്ലേ? എല്ലാ പ്ലേസിലും 9 ഇട്ട് കൊടുക്കാം. 3 പ്ലേസല്ലേ ഉള്ളത്. അപ്പോൾ 999. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഈ 1000ഉം 999ഉം പ്ലസ് ചെയ്യുക. എത്രയായിരിക്കും കിട്ടുക? അതും താഴെ കൂട്ടി നോക്കേണ്ട കാര്യമില്ല, മനസ്സിൽ തന്നെ കൂട്ടിയാൽ മതി അല്ലേ? 1000ഉം 999ഉം എത്രയാണ്? 1999. ഓക്കെ. ഇനി നെക്സ്റ്റ് 618 ഉണ്ട്, 743 ഉണ്ട് അല്ലേ? നടുക്കുള്ള ബോക്സിൽ ഇല്ല. അപ്പോൾ ഈ നടുക്കത്തെ ബോക്സിൽ നിങ്ങൾ കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്താം? ഇത് രണ്ടും തമ്മിൽ കൂട്ടിയതാണ് ഏത്? 920 അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള നടുക്കുള്ള ബോക്സിൽ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 920ൽ നിന്ന് 618 മൈനസ് ചെയ്താൽ മതി അല്ലേ? അത് നമ്മൾക്ക് മൈനസ് ചെയ്ത് നോക്കാം. 920 മൈനസ് 618 2. ഇവിടുന്ന് 1 എടുത്തിട്ടാണ് ഇവിടെ 10 ആയതല്ലേ? അപ്പോൾ ഇവിടെ 1 ഉള്ളത്, ഇവിടെ 0 ആകും. നെക്സ്റ്റ് ഇവിടെ എത്രയുണ്ട്? 9 അല്ലേ? 9ന് 6 മൈനസ് ചെയ്താൽ 3. അപ്പോൾ എത്രയാണ് വരിക? 302 അല്ലേ? 302. ഇനി നെക്സ്റ്റ് ഇവിടെയുള്ള ബോക്സിൽ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ 302 പ്ലസ് 743 എത്രയാണ് കിട്ടുക? നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 1045 ആണ് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് 920യും 1045ഉം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1965 കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി. റീച്ച് 8 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി നമ്പർ. 8ലേക്ക് എത്തുക. എങ്ങനെയാണ്? നമ്പേഴ്സൊന്നും ആവർത്തിക്കാനേ പാടില്ല. ഒരു നമ്പർ 2 തവണ എഴുതാൻ പാടില്ല. എങ്ങനെ ചെയ്യാം? 8 ആണുള്ളത് അല്ലേ? അപ്പം 8നെ നമ്മൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 7 + 1 8 ആണല്ലേ? 6 + 2 8 ആണ്. 5 + 3 8 ആണ്. 4 + 4 8 ആണ്. അപ്പോൾ നമ്മൾക്ക് ഏതാണ് ഇവിടെ എഴുതേണ്ടത്? 4 + 4 എഴുതാൻ പറ്റില്ല അല്ലേ? കാരണം എന്താണ്? 4 2 തവണ എഴുതാൻ പാടില്ല അല്ലേ? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 4 + 4 നമ്മൾക്ക് എടുക്കാൻ പറ്റൂല. ഇനി നമ്മൾക്ക് എന്ത് നോക്കാം? ഇനി 7 + 1 എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? 7ഉം 1ഉം എഴുതി കഴിഞ്ഞാൽ താഴെ വീണ്ടും 1നെ നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ 1നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 7ഉം 1ഉം എടുക്കാൻ പറ്റില്ല. ഇനി 6ഉം 2ഉം എടുക്കാൻ പറ്റുമോ? 6ഉം 2ഉം എടുത്താൽ എന്താണ് പ്രശ്നം? 6ൻ്റെ താഴെ നമ്മൾ 5 1 എഴുതും. 2നെ പിന്നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും? 1ഉം 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ 2 നമ്പർ ആവർത്തിച്ചല്ലോ, റിപ്പീറ്റ് ചെയ്തല്ലോ. അതും പറ്റില്ല. നമ്മൾക്ക് എന്ത് എടുക്കാം? 5ഉം 3ഉം എഴുതാം അല്ലേ? അപ്പോൾ 5ഉം 3ഉം എഴുതി കഴിഞ്ഞാൽ താഴെ 5ൻ്റെ താഴെ 4ഉം 1ഉം 4 + 1 5 ആണല്ലോ. നെക്സ്റ്റ് 3യുടെ താഴെ എന്ത് ചെയ്യുക? 1 + 2 3 ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ.
27 children are standing in a line. 27 കുട്ടികൾ വരിവരിയായി നിൽക്കുകയാണ്. The one in the middle has ticket number 4068. നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ 4068 ആണ്. വാട്ട് ഈസ് ദ ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ ആൻഡ് ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻ ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ വരിയിൽ ആദ്യം നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? വരിയിൽ അവസാനം നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 27 കുട്ടികൾ വരിവരിയായി നിൽക്കുകയാണ്. അപ്പം ഇതിൽ നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ 4068, 4068 ആണ്. അങ്ങനെയാണെങ്കിൽ വരിയിൽ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എത്രയാണ്? ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എത്രയാണ്? എങ്ങനെ കാണാം? 27 ആണ് അല്ലേ? മൊത്തം കുട്ടികൾ 27 ആണ്. അപ്പോൾ 27ൻ്റെ നടു നമ്മൾ മിഡിൽ കണ്ടുപിടിക്കണം അല്ലേ? 27ൻ്റെ മിഡിൽ എത്രയായിരിക്കും? 27 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരേ രീതിയിൽ ഹാഫ് വരും അല്ലേ? അപ്പോൾ 27 ഒരു ഓഡ് നമ്പറാണ്. 27ൻ്റെ തൊട്ട് മുമ്പേ ഉള്ള നമ്പർ 26 ആണ് അല്ലേ? അപ്പോൾ 26ൻ്റെ പകുതി എത്രയായിരിക്കും? 13 ആയിരിക്കും അല്ലേ? അപ്പോൾ 13, 13, രണ്ട് 13 കൂടിയാൽ എത്രയായി? 26 ആയില്ലേ? 13 + 13 26 ആയില്ലേ? ഇനി നടുക്ക് നിൽക്കുന്ന കുട്ടി എവിടെ വെക്കാം? ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? നടുക്ക് നിൽക്കുന്ന കുട്ടി. ഈ കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 4068 ആണല്ലേ? ഇപ്പോൾ 27 ആയല്ലോ. 13ഉം ഇത് 1 അല്ലേ? 1, 13 + 1 + 13 എത്രയാണ്? 27 ആയല്ലോ. 27 സ്റ്റുഡൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൽ നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ 4068 ആണ്. നിങ്ങളപ്പോൾ എന്താണ് കാണേണ്ടത്? ഫസ്റ്റിൽ നിൽക്കുന്ന ഈ 13ൻ്റെ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? ഇതിൻ്റെ ഈ 27 സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ അവസാനം നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? എങ്ങനെ കാണാം നമുക്ക്? നടുക്ക് നിൽക്കുന്ന കുട്ടി 4068 ആണല്ലേ? ഈ കുട്ടിയുടെ മുൻപിൽ 13 കുട്ടികളുണ്ട് അല്ലേ? 13 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ 4068 നിന്ന് എന്ത് ചെയ്യുക? ഈ 13 മൈനസ് ചെയ്യുക അല്ലേ? മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ കിട്ടും. ഇനി ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 4068നോട് എന്ത് ചെയ്യുക? 13 ആഡ് ചെയ്യുക, 13 കൂട്ടുക. ചെയ്ത് നോക്കാം അല്ലേ? 4068 മൈനസ് 13, 5504 എത്രയാണ് കിട്ടുക? 4055. അപ്പോൾ വരിയിൽ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 4055 ആണ്. ഇനി ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ കാണാൻ വേണ്ടി ഈ 4068നോട് 13 ആഡ് ചെയ്യുക അല്ലേ? 4068 + 13, 11, 7ഉം 1ഉം 8 അല്ലേ? 0, 4 എത്രയാണ് കിട്ടുക? 4081. What is the ticket number of the first in the line? 4055 and that of the last in the line? 4081. Okay. Next, 6th question. 10,000 is equal to how many 500s? 10,000 എത്ര അഞ്ഞൂറുകൾക്ക് തുല്യമാണ്? 10,000, 10,000 എത്ര അഞ്ഞൂറുകൾ കൂടിയതാണ്? എങ്ങനെ കാണാം? 1,000 എത്ര അഞ്ഞൂറുകൾ, എത്ര 500 കൂടിയതാണ്? How many 500s in 1,000? ഒരു 1000-ൽ എത്ര അഞ്ഞൂറുണ്ട്? 2 അല്ലേ? അങ്ങനെയാണ് 10,000-ൽ എത്ര 500 ഉണ്ടാകും? 10 × 2. 1-ൽ 2 ഉണ്ടല്ലോ. അപ്പോൾ 10-ൽ എത്ര ഉണ്ടാവും? 10-ൽ എത്ര ഉണ്ടാവും? 10 × 2 എത്രയായിരിക്കും? 20 500s ഉണ്ടാകും അല്ലേ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 1000-ൽ 2 500ആണല്ലോ ഉള്ളത്. അപ്പോൾ 1-ൻ്റെ ഇരട്ടിയല്ലേ 2? അങ്ങനെയാണെങ്കിൽ 10 1000-ൽ എത്ര 500 ഉണ്ടാകും? 10-ൻ്റെ നേരെ ഇരട്ടി 20 500 ഉണ്ടാകും. ഓക്കെ. Next is 7th question. Which of the numbers below is 50 ones, 50 tens and 50 hundreds taken together? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നമ്പറാണ് 50 വൺസും 50 ടെൻസും 50 ഹൺഡ്രഡ്സും കൂടിയത്? നമുക്ക് നോക്കാം അല്ലേ? 50 വൺസ് 50, ഇനി അതിനേക്കാളും കൂടുതൽ വരുന്നതാണ് 50 ടെൻസ് അല്ലേ? 50 ടെൻസ് 50 ടെൻസ് 50 ടെൻസ് 50 പത്തുകൾ കൂടിയത് എത്രയാണ്? 500 അല്ലേ? നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 50 ഹൺഡ്രഡ്സ് അല്ലേ? 50 ഹൺഡ്രഡ്സ് 50 ഹൺഡ്രഡ്സ് എത്രയാണ്? 5000 അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂട്ടി നോക്കുക. എത്ര കിട്ടുക? 5550. 5550 ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി 5550 ആണ് ശരി ഉത്തരം. ഓക്കെ. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. കണ്ടിന്യൂ ദ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. 4080, 4085, 4091, 4098 എത്രയാണ് ആഡ് ചെയ്യുന്നത്? 4080യോട് 5 ആഡ് ചെയ്യുമ്പോഴാണ് 4085 ആകുന്നത്. ഇനി ഇതിനോട് എത്രയാണ് ആഡ് ചെയ്യുന്നത്?
4085നോട് 6 ആഡ് ചെയ്യുമ്പോഴാണ് 4091 ആകുന്നത്. 4091നോട് 7 ആഡ് ചെയ്യുമ്പോഴാണ് 4098 ആകുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 4098നോട് 8 ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ 4098നോട് 8 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4106 കിട്ടും. നെക്സ്റ്റ് ഇതിനോട് എന്ത് ചെയ്യുക? 9 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4115. നെക്സ്റ്റ് 10 ആഡ് ചെയ്യുക. 4125. നെക്സ്റ്റ് 11 ആഡ് ചെയ്യുക. 4136. ഓക്കെ. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ്, കണ്ടെത്തുക. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000? 9000നും 10,000നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ ഇത് കാണാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി വേറെയും കുറച്ച് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ്? ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 ആൻഡ് 9100. 9000നും 9100നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? എങ്ങനെയാണ് കാണാം? 9000 മുതലല്ലേ? 9001 അല്ലേ? ബിറ്റ്വീൻ അല്ലേ പറഞ്ഞത്? അപ്പോൾ 9001 ടു 9100 എന്ന് പറഞ്ഞാൽ എന്താണ്? 9100ന് തൊട്ട് മുമ്പേയുള്ള നമ്പർ എത്രയാണ്? 9099 അല്ലേ? അപ്പോൾ ഇതിൽ എത്ര നമ്പേഴ്സാണുള്ളത്? 1 ടു 99 അല്ലേ? അപ്പോൾ 99 നമ്പേഴ്സ് ഉണ്ടല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 ആൻഡ് 9500. ബിറ്റ്വീൻ തന്നെയാണ്. അപ്പോൾ 9001 ടു 9000നും 9500നും ഇടയിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ 9001 മുതൽ എത്രയാണ്? 9500ന് തൊട്ട് മുമ്പേയുള്ള നമ്പർ എത്രയാണ്? 9499 അല്ലേ? അപ്പോൾ എത്ര നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക? 1 ടു 499 നമ്പേഴ്സ് ഉണ്ടാകും അല്ലേ? നെക്സ്റ്റ് ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 ആൻഡ് 10,000. ഇത് ഫസ്റ്റിൽ പറഞ്ഞ ഈ ക്വസ്റ്റ്യനാണ്. എന്താണ്? 9000നും 10,000നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാകും? അപ്പം എത്രയായിരിക്കും വരിക? 9001 മുതലാണല്ലോ. 9001 ടു എത്രയാണ്? 10,000 അല്ലേ? അപ്പോൾ 10,000ന് തൊട്ട് മുമ്പേയുള്ള നമ്പർ ഏതാണ്? 9999 അല്ലേ? അപ്പോൾ ഈ 1 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാകും? 999 നമ്പേഴ്സ് ഉണ്ടാകും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000? 9000നും 10,000നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? അപ്പോൾ നമ്മൾ കണ്ടു അല്ലേ? 9000നും 10,000നും ഇടയിൽ എത്ര സംഖ്യകളാണ്, എത്ര നമ്പേഴ്സാണുള്ളത്? 999 നമ്പേഴ്സ് അല്ലേ? ഇനി ഈ 999 നമ്പേഴ്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് 1 ടു 10 വരെയുള്ള നമ്പേഴ്സ് നോക്കാം കാണാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി. ഇതിലുള്ള ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 3 5 7 9. എത്ര എണ്ണം ഉണ്ട്? 5 അല്ലേ? 10ൻ്റെ പകുതിയല്ലേ 5? അപ്പോൾ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഇനി ഈവൺ നമ്പേഴ്സ് എത്രയായിരിക്കും വരുന്നത്? 2 4 6 8. 10നെ കൂട്ടാൻ പറ്റുമോ? ഇല്ല അല്ലേ? ബിറ്റ്വീൻ പറഞ്ഞുകൊണ്ട് 10നെ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എത്ര മാത്രമേ കിട്ടുന്നുള്ളൂ? 4 എണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ? ഏത്? ഈവൺ നമ്പേഴ്സ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000? 9000നും 10,000നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ടാവും? 9000നും 10,000നും ഇടയിൽ 999 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ 500 നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? ഫസ്റ്റിൽ നമ്മൾ 1 ടു 10 വരെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് 5 നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് കിട്ടി. കാരണം എങ്ങനെയാണ്? 9001ലാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 9000നും 10,000നും ഇടയിൽ വരുന്ന നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 9001ലാണ്. ഇത് ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ തുടങ്ങുന്ന നമ്പർ ഓഡ് നമ്പറാണ്. ഇനി അവസാനിക്കുന്ന നമ്പറോ 9999 ആണല്ലോ. ഇതും എന്താണ്? ഓഡ് നമ്പറാണ് അല്ലേ? അപ്പം ഓഡ് നമ്പേഴ്സിൻ്റെ എണ്ണത്തിൽ ഒന്നധികം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 999 നമ്പേഴ്സാണല്ലോ മൊത്തം ഉള്ളത്. അതിൽ 500 നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും, 499 നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. കാരണം എന്താണ്? ഈ 9001 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണല്ലോ 9002. 9002 എന്നാണ് ഈവൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? പിന്നെ അവസാനിക്കുന്നതോ 9999ൻ്റെ തൊട്ട് മുമ്പേയുള്ള നമ്പർ 9998 വരെ മാത്രമേ ഈവൺ നമ്പർ വരുന്നുള്ളൂ അല്ലേ? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000? 500 odd numbers. How many even numbers are there between 9000 and 10,000? 499 even numbers. Okay.
നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എനി 2 ഓഡ് നമ്പേഴ്സ് ആൻഡ് ആഡ് ദം. ഏതെങ്കിലും 2 ഓഡ് നമ്പേഴ്സ് എടുത്തിട്ട് കൂട്ടി നോക്കിക്കേ. നമുക്ക് നോക്കാം. 1ഉം 3ഉം അല്ലേ. 1ഉം 3ഉം ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 4 ആണ് കിട്ടുന്നത് അല്ലേ. ഈസ് ദ സം ആൻ ഓഡ് നമ്പർ ഓർ ആൻ ഈവൺ നമ്പർ? ഈ കിട്ടിയ ഉത്തരം ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? ഈവൺ നമ്പർ ആണല്ലേ. വാട്ട് അബൌട്ട് ദ സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ്? ഇനി നിങ്ങൾ 3 ഒറ്റ സംഖ്യകൾ എടുത്ത് കൂട്ടി നോക്കിക്കേ. 3 ഓഡ് നമ്പേഴ്സ് 1 3 5. ഇത് ആഡ് ചെയ്താൽ 4ഉം 5ഉം 9 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ കിട്ടിയ ഉത്തരം എങ്ങനെയാണ്? വാട്ട് അബൌട്ട് ദ സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ്? 3 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടി? ഒരു ഓഡ് നമ്പർ തന്നെയാണ് ഉത്തരം കിട്ടിയത് അല്ലേ. 2 ഓഡ് നമ്പർ കൂട്ടുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? 4 ആണല്ലോ കിട്ടിയത്. ഇതെന്താണ്? ഈവൺ നമ്പർ ആണല്ലേ. അപ്പോൾ ഈ 2 നമ്പേഴ്സ് എന്നുള്ളത് കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ. ഇതിപ്പോൾ 2 ആണല്ലോ, 2 ആണല്ലോ കൂട്ടിയത്. അപ്പോൾ ഈ കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ ഉത്തരവും എന്തായിരിക്കും? സമ്മും എന്തുതന്നെയായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഇനി കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഇതിപ്പോൾ 3 ആണല്ലോ കൂട്ടിയത്, 3 നമ്പേഴ്സ് ആണല്ലോ കൂട്ടിയത്. അപ്പം നമ്മൾക്ക് കിട്ടിയ സമ്മും എന്താണ്? ഒരു ഓഡ് നമ്പർ ആണല്ലേ. 9 ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡഡ് ഈസ് എൻ ഓഡ് നമ്പർ ദ സം ഈസ് ഓൾസോ എൻ ഓഡ് നമ്പർ. കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ കിട്ടുന്ന ഉത്തരവും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡഡ് ഈസ് എൻ ഈവൺ നമ്പർ ദ സം ഈസ് ഓൾസോ എൻ ഈവൺ നമ്പർ. കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ കിട്ടുന്ന ഉത്തരവും ഇരട്ട സംഖ്യ ആയിരിക്കും. ഓക്കെ. നമ്മൾ 5 ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ കിട്ടുന്ന ഉത്തരം ഒരു ഒറ്റ സംഖ്യ ഉണ്ടാകൂ. ഇനി 15 ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ കിട്ടുന്ന ഉത്തരവും ഒറ്റ സംഖ്യ ആയിരിക്കും. ഇനി 16 ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ കിട്ടുന്ന ഉത്തരം ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി 100 ഒറ്റ സംഖ്യകൾ കൂട്ടുന്നതാണെങ്കിൽ ആ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഇനി 99 ഓഡ് നമ്പേഴ്സ് നമ്മൾ കൂട്ടുന്നു, 99 ഒറ്റ സംഖ്യകൾ കൂട്ടുന്നു. അപ്പം 99 എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ സമ്മ് തുകയും എന്തുതന്നെയായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് നോട്ട്ബുക്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷനായിട്ട് ചെയ്യുക കേട്ടോ. ഒറ്റ സംഖ്യകൾ പിന്നെ ഒരുപാട് എണ്ണം ഇങ്ങനെ കൂട്ടി നോക്കുക. ഇരട്ട സംഖ്യയാണോ ഈവൺ നമ്പറാണോ കിട്ടുന്നത്, ഓഡ് നമ്പറാണോ കിട്ടുന്നത്, ഇതിനനുസരിച്ച് നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. ലൈക്ക് ദിസ് ആഡ് സം ഈവൺ നമ്പേഴ്സ്, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതേപോലെ നിങ്ങൾ കുറച്ച് ഈവൺ നമ്പേഴ്സ് കൂട്ടി നോക്കിക്കേ. കിട്ടുന്ന ഉത്തരം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ 2 ഈവൺ നമ്പേഴ്സ്, ആദ്യത്തെ 2 ഈവൺ നമ്പേഴ്സ് കൂട്ടി നോക്കി. എത്രയാണ് കിട്ടിയത്? 6 ആണ് കിട്ടിയത് അല്ലേ. അപ്പം നമ്പേഴ്സ് 2 ആണ്, ഈവൺ നമ്പറാണ്. പക്ഷെ കിട്ടിയ ഉത്തരവും ഈവൺ നമ്പറാണ്. ഇനി 3 എണ്ണം കൂട്ടി നോക്കാം. 2 4 6. ഇത് നമ്പേഴ്സ് ഓഡ് നമ്പറാണ് അല്ലേ. അപ്പം കിട്ടുന്ന ഉത്തരം എത്രയാണ് നമ്മൾക്ക്? 6ഉം 4ഉം 10, 10ഉം 2ഉം 12 അല്ലേ. കിട്ടുന്ന ആൻസർ ഈവൺ നമ്പറാണ് കിട്ടിയത് അല്ലേ. ഇനി നിങ്ങൾ എത്ര ഈവൺ നമ്പേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കിയാലും കൂട്ടി നോക്കിയാലും കിട്ടുന്ന ആൻസർ എപ്പോഴും ഈവൺ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കൂ. ഏത് ഈവൺ നമ്പേഴ്സ് നമ്മൾ തമ്മിൽ ആഡ് ചെയ്താലും ആൻസർ ഈവൺ നമ്പർ ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ 3 എണ്ണം കൂട്ടി നോക്കി, കിട്ടിയ ഉത്തരം ഈവൺ നമ്പർ തന്നെ ആയിരിക്കും, ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി 9 എണ്ണം കൂട്ടി നോക്കിയാലും കിട്ടുന്ന ആൻസർ ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും, ഈവൺ നമ്പർ ആയിരിക്കും. ഇനി 11 നമ്പേഴ്സ് ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഈവൺ നമ്പർ ആയിരിക്കും. ഇനി 100 നമ്പേഴ്സ് 100 ഈവൺ നമ്പേഴ്സ് ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഈവൺ നമ്പർ ആയിരിക്കും. അതായത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എത്ര എണ്ണം, അതായത് ഓഡ് നമ്പറാണോ ഈവൺ നമ്പറാണോ ഒന്നും നോക്കണ്ട, എത്ര എണ്ണം ഇരട്ട സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ എപ്പോഴും ഇരട്ട സംഖ്യ മാത്രമേ ഉണ്ടാവൂ, ഈവൺ നമ്പർ മാത്രമേ ഉണ്ടാവൂ. ഓഡ് നമ്പറിൻ്റെ കേസിൽ മാത്രമേ ഈ പ്രശ്നം വരുന്നില്ല. ഏത് പ്രശ്നമാണ്? ആഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം ആഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ സം ഓൾസോ ഈസ് എൻ ഓഡ് നമ്പർ. ആഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ സം ഓൾസോ ഈസ് എൻ ഈവൺ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് പുതിയ ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.